മാസ്റ്റർ അങ്ങനെ എന്റെ ആഗ്രഹം ഇങ്ങനെ സാധിച്ച ആ ഒരു സന്തോഷത്തിൽ ഞാനിരിക്കുകയാണ്. 2 ഡാൻസ് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഭയങ്കര വലിയൊരു സന്തോഷമാണ്. അപ്പൊ ആ ഒരു സന്തോഷത്തിൽ നിൽക്കുന്ന അവസരത്തിൽ നമുക്ക് ഇന്നത്തെ പെർഫോമറെ വിളിക്കാനുള്ള സമയമായിരിക്കാണ്. അതായത് അഭിനയം ഭയങ്കര ഇഷ്ടമുള്ള, അഭിനേത്രി ആവണം എന്നിങ്ങനെ മനസ്സിൽ ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ കൊണ്ട് നടക്കുന്ന ഒരു മിടുക്കി വാവയാണ്. അപ്പൊ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ശിവാരാധ്യ ഹരി. ശിവനെ നല്ല ഇഷ്ടമായോണ്ടാണോ ശിവാരാധ്യ? ശിവനെ ആരാധിക്കുന്ന വാവ അല്ലേ? ശരിക്കും ഇഷ്ടപ്പെട്ട ദൈവം ആരാ? ശിവൻ തന്നെയാണ് ഇഷ്ടം. ഈ നിങ്ങൾ തമ്മിൽ ഭയങ്കര മാച്ചിങ് ആണല്ലോ ഡ്രസ്സ്. അതെങ്ങനെ അങ്ങനെ വന്നു? നേരത്തെ മാസ്റ്ററെ വിളിച്ചോ? ആ മേക്കപ്പ് റൂമിൽ ഒളിഞ്ഞു നോക്കിയല്ലേ മാസ്റ്റർ ഏത് ഡ്രസ്സായിട്ടിരിക്കണെന്ന്? ആണോ? എന്റെ അടുത്ത് വരുമ്പോ തന്നെ എന്തോ പറയണം എന്ന് പറഞ്ഞല്ലോ മാസ്റ്ററിന്റെ അടുത്ത്, അത് പറയാന്നോ? ഇനി എവിടുന്ന വരണേ പറ. കാലിക്കറ്റിൽ എവിടെ? മണിയൂർ വടകര സിറ്റി. ഓ മണിയൂർ. ശരി, ഇപ്പൊ ഇത്ര വലിയ കുട്ടിയായിട്ട് എന്റെ മുന്നിൽ ഇരിക്കുന്ന ഈ വലിയ കുട്ടിക്ക് എത്ര വയസ്സായി? 6 വയസ്സായി. ഈ 6 വയസ്സിൽ തന്നെ ടിക്ടോക്ക് താരം, അതും വൈറലായിട്ട് ഇങ്ങനെ ഓരോ സീൻസും ഓരോ ക്യാരക്ടേഴ്സും ഒക്കെ അഭിനയിക്കുന്നത് എങ്ങനെയാണ്? അമ്മ പഠിപ്പിച്ചു തരും. അമ്മയാണ് എല്ലാം പഠിപ്പിച്ചു തരുന്നത്. അങ്ങനെ എല്ലാം മാറി മാറി ക്യാരക്ടേഴ്സ് ചെയ്യും. ഇത്ര ഉള്ളെങ്കിലും എല്ലാ ക്യാരക്ടേഴ്സും ചെയ്യും. പിന്നെ ഒരുപാട് അവാർഡ്സ് ഒക്കെ കിട്ടി ടിക്ടോക്ക് താരങ്ങൾക്ക് വേണ്ടിട്ട് അല്ലേ? എവിടെന്ന് ഈ അവാർഡൊക്കെ കിട്ടിയത്? ദുബായിൽ നിന്ന് അവാർഡ് വാങ്ങി. അവിടെ പോയി വാങ്ങിയോ അതോ കൊറിയർ ചെയ്തോ? പോയിട്ട് വാങ്ങി ഇങ്ങോട്ട് അയക്കുകയും ചെയ്തു. ശരി, ദുബായിൽ നിന്നൊക്കെ അവർ അവാർഡ് അയച്ചല്ലേ? ശരി, ഇപ്പൊ മലയാള സിനിമയിൽ മോക്ക് അഭിനയിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആരുടെ നായികയായിട്ട് അഭിനയിക്കാൻ ഇഷ്ടം? മോഹൻലാൽ. എപ്പോഴാ വളരും മോഹൻലാൽ നായികാവാൻ? എന്താ അങ്ങനെ ലാലേട്ടന്റെ നായികാവാൻ ഇഷ്ടം? എനിക്ക് മോഹൻലാൽ ഭയങ്കര ഇഷ്ടമാണ് മോഹൻലാല്. മാസ്റ്റർ എന്താണ് ഈ വാവയോട് ചോദിക്കാൻ? ഷോക്കായി നിൽക്കണ്ട. 6 years എത്ര ചെയ്തിട്ടുണ്ട് ടോട്ടലാ? 10 ഇല്ലല്ല 10 മേലെ ചെയ്തിട്ടുണ്ട്. 100 ഒരു 900 ചെയ്തിട്ടുണ്ടാവും അല്ലേ? 500 അമ്പോ. ശരി, ഇനി വലിയ കുട്ടിയാവുമ്പം സിനിമയിൽ അഭിനയിച്ചാൽ മാത്രം മതി എന്നാണോ? അത് വേറെ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ഇഷ്ടങ്ങളുണ്ടോ? ആരാവണം? ടീച്ചർ. എനിക്കറിയാം, ടീച്ചറെ പറയൂ. ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ അവര് ടീച്ചറിനെ പറയൂ. കാരണം അവരെല്ലാ ദിവസവും ഇങ്ങനെ സാരി കൊടുത്ത് എല്ലാം വരുന്നു, അതാണ് അവരുടെ മനസ്സിൽ. പിന്നെ മാസ്റ്റർ ഒരു തമിഴ് പടത്തിൽ അഭിനയിച്ചു, നമ്മുടെ ശിവാരാധ്യ അല്ലേ? തമിഴ് സിനിമയിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. വെരി ഗുഡ്. ആ പടത്തിൽ ആരൊക്കെ അഭിനയിച്ചു? അങ്ങനെ പേര് വല്ല അറിയോ? ഇല്ല. പടത്തിന്റെ പേര് അറിയോ? അറിയില്ല. ഏതാ പേര്? ഓർമ്മയില്ല. ശരി, ഇനി നമുക്ക് അച്ഛനും അമ്മയും അവരല്ലേ വന്നിരിക്കണം, അവരോട് സംസാരിച്ചാലോ? യെസ്. അപ്പൊ രണ്ടുപേർക്കും നമസ്കാരം, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. നമ്മുടെ ശിവാരാധ്യയെ എല്ലാം പഠിപ്പിക്കുന്നത് അമ്മയാണെന്നാണ് കുഞ്ഞു പറഞ്ഞിരിക്കണം. അപ്പൊ അമ്മയോട് തന്നെ ആദ്യം ചോദിക്കാം. അമ്മയുടെ പേര് പറയൂ. രചനയും കെസിയും തമ്മിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടല്ലോ. പിന്നെ ഞാൻ എന്താ? ശരി, രചന. അപ്പൊ രചന ചേച്ചി പറയൂ, ഈ മോളെ എല്ലാം ഇങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കുന്നത് എങ്ങനെയാണ്? അങ്ങനെയല്ല, അവള് ഒരു 1.5 വയസ്സ് മുതൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചെയ്യാന്. പിന്നെ ആദ്യം ഓടി അവൾ തന്നെ പഠിക്കും. പിന്നെ ജസ്റ്റ് എക്സ്പ്രഷൻസ് മാത്രം. അപ്പൊ അല്ല, ഈ 2 വയസ്സിലൊക്കെ എങ്ങനെയാണ് അത് എക്സ്പ്രഷൻ ഒക്കെ കൊടുക്കുക? ആ സമയത്ത് ഞങ്ങൾ തന്നെ അറിഞ്ഞത് ജസ്റ്റ് ചുമ്മാ ഒരു ദിവസം ഒരു പാട്ട് പ്ലേ ചെയ്തപ്പം അവള് മുഖം കുറെ എക്സ്പ്രഷൻസ് ഒക്കെ വരുന്നു. ജസ്റ്റ് അതുകൊണ്ട് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി. അപ്പൊ പിന്നെ അങ്ങനെ പിന്നെ ചെയ്യാൻ തുടങ്ങി. അപ്പം പിന്നെയും കുറച്ചും കൂടി സ്വന്തമായിട്ട് മനസ്സിലാക്കി ചെയ്യാനൊക്കെ ആയിട്ടുണ്ടാവും അല്ലേ? ഓരോ സ്ക്രോൾ ചെയ്ത് പോകുമ്പോ തന്നെ അവൾ തന്നെ പറയും ഇത് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ഇപ്പൊ പറയും ഇത് ട്രെൻഡിങ് ആണ്, ഇത് ചെയ്യണം. ശരി, അപ്പോ ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ അത് ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അമ്മ എടുക്കുന്ന ഒരു എഫേർട്ട് എത്ര വലുതാണെന്ന് നമുക്ക് അറിയാം. അപ്പൊ അതിന് നല്ലൊരു കൈയടി. ഡാൻസ് ആണെങ്കിലും പാട്ടെല്ലാം. അത് പക്ഷെ ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ നല്ല മിടുക്കിയായിട്ട് അത് ഫോളോ ചെയ്യുന്നു എന്നുള്ളത് ഒരു ബോൺ ടാലന്റഡ് തന്നെയാണ് അല്ലേ? അപ്പൊ ഇനി അച്ഛൻ്റെ അടുത്ത് ചോദിക്കാം.
നമസ്കാരം ചേട്ടാ. നമസ്കാരം. പേര്? ഹരീഷ്. ഹരീഷ്. എന്ത് ചെയ്യണു? ഞാൻ ദുബായിൽ വർക്ക് ചെയ്യാണ്. ദുബായിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ ദുബായിലൊക്കെ ഒരുപാട് ആൾക്കാർ മോളുടെ പെർഫോമൻസ് കണ്ട് ഇഷ്ടപ്പെട്ട് സമ്മാനങ്ങളും അവാർഡ്സും ഒക്കെ കൊടുത്തു. അപ്പം എങ്ങനെയാണ്, അതായത് ഇങ്ങനെ അഭിനയത്തോട് ഇത്ര ചെറുപ്പത്തിൽ ഒരു ഇഷ്ടം വരാൻ കാരണം എന്താണെന്ന് അച്ഛൻ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് പണ്ട് അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടായിരുന്നു കുഞ്ഞില്? ഇല്ല, എനിക്ക് നടക്കാതെ പോയ സ്വപ്നം? ഇല്ല, എനിക്ക് ആഗ്രഹമൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ അവിടുന്ന് മോളും ഒക്കെ ദുബായിലായിരുന്നു, വൈഫും അവിടെ തന്നെയായിരുന്നു. അപ്പൊ അവിടുന്ന് ഇവിടെ നിരോധിച്ച സമയത്തും അവിടെ ടിക്ടോക്ക് ഉണ്ട്. അവിടെ ഇപ്പോഴും ഉണ്ട് അല്ലേ? ശരി. അപ്പൊ അവിടെ ഒരു ടിക്ടോക്ക്, മലയാളി ടിക്ടോക്കേഴ്സ് ദുബായ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട് അവിടെ. ഓക്കെ ഓക്കെ. അതിലേക്ക് അംഗമായതിനു ശേഷമാണ് അവിടെ നിന്നാണ് മോൾക്ക് പലരും അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഇത് ചെയ്യണം, ചേഞ്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് ആ ഒരു ഗ്രൂപ്പിൽ നിന്നാണ് മോള് വളരെ നല്ല പ്രോത്സാഹനം കിട്ടിയിട്ടുണ്ട് അവിടെ നിന്ന്. അങ്ങനെയാണ് ഇതിലേക്ക് കൂടുതൽ വന്നത്. അപ്പൊ ഇനിയാണെങ്കിലും നിങ്ങൾ, അതായത് നിങ്ങൾ രണ്ടുപേരും ജോലി തിരക്കും അല്ലെങ്കിൽ അങ്ങനെ ഓരോ തിരക്കിന്റെ ഇടയിലാണെങ്കിലും മോൾക്ക് അഭിനയിക്കാൻ അവസരം വന്നു കഴിഞ്ഞാൽ സപ്പോർട്ടായിട്ട് കൊണ്ടുപോകും. തീർച്ചയായിട്ടും അല്ലേ? രണ്ടുപേർക്കും വലിയ സ്ക്രീനിൽ കാണാൻ ഇഷ്ടമാണ്. അതെ അതെ. അടിപൊളി.